തിരുവനന്തപുരം പട്ടത്ത് യുവതി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ പ്ലാമൂട് സ്വദേശി സേവ്യറുടെ മകൾ സാന്ദ്രയാണ് മരിച്ചത്. വീട്ടിലെ മുറിക്കുള്ളിൽ വായിൽ പ്ലാസ്റ്ററും മൂക്കിൽ ക്ലിപ്പുമിട്ട നിലയിലായിരുന്നു മൃതദേഹം. ഡാൻ, ഇത് സംബന്ധിച്ച എന്തെങ്കിലും സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ മരണം എന്നത് സംബന്ധിച്ച്? മറ്റ് ദുരൂഹതകളൊന്നും ഇല്ല എന്ന സൂചനയാണ് നമുക്ക് ഇപ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്. അതായത് ഈ യുവതി ഡിപ്രഷന് ചികിത്സയിലായിരുന്നു. അതിനിടയിൽ ഇന്നലെ വൈകിട്ടാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. മാതാപിതാക്കളടക്കം വീട്ടിലുണ്ടായിരുന്നു. അതിനിടയിൽ വീട്ടിൽ മുറി കുറ്റിയിട്ട നിലയിലായിരുന്നതിനാൽ അമ്മ കതകിൽ കൊട്ടി വിളിച്ചുകൊണ്ട് യുവതിയെ പുറത്തേക്ക് വിളിക്കുന്നതിനിടയിൽ അനക്കമൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് പെട്ടെന്ന് മുറി തള്ളി തുറന്ന് അകത്ത് കയറുന്ന സാഹചര്യമുണ്ട്. ഉടനെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ക്ലിപ്പ് കൊണ്ട് മൂക്ക് ക്ലിപ്പിട്ട നിലയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ആത്മഹത്യയാണ് എന്നാണ് പ്രാഥമിക നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട് യുവതി ചികിത്സ നടത്തിയിരുന്നതായും മാതാപിതാക്കൾ തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മ്യൂസിയം പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. നഗരത്തിലെ ഒരു സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്നു ഈ മരണപ്പെട്ട സാന്ദ്ര. വിശദാംശങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത്. യുവ സംവിധായിക നയനയുടെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. കൊലപാതകമെന്ന സംശയത്തെ തുടർന്നാണ് തീരുമാനം. ഡാൻ കുര്യൻ വീണ്ടും ചേരുന്നുണ്ട്. ഡാൻ, നേരത്തെ വലിയ വിമർശനം ഈ പ്രാഥമിക റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ അപാകത സംഭവിച്ചിരിക്കുന്നു നേരത്തെ നടന്ന അന്വേഷണത്തിലെന്നാണ് ബോധ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും അഭിലാഷ്, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയതിലും ഒപ്പം തന്നെ മഹസർ തയ്യാറാക്കിയതിലും അടക്കം വലിയ ഗുരുതരമായ പിഴവ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട DCRB DYSP ആയിരുന്ന GK ദിനിലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം പ്രാഥമികമായ അന്വേഷണം നടത്തിയത്. ആ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് രാവിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ അദ്ദേഹം കൈമാറുകയും ചെയ്തു. തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ R നാഗരാജുവുമായി ക്രമസമാധാന ചുമതലയുള്ള ADGP നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ കേസിന്റെ തുടരന്വേഷണം ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മുറിക്കുള്ളിൽ ആദ്യം കടന്നത് ആരാണ്, ആ മുറിക്കുള്ളിലേക്ക് കടക്കാൻ മറ്റ് വഴികൾ ഉണ്ടായിരുന്നോ, ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ്. അത്തരത്തിൽ സുരക്ഷിതമല്ലാതിരുന്ന കതകുകളാണ് ഈ മുറിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് പുറത്തുകൂടി അകത്തേക്ക് കടക്കാൻ മറ്റ് വഴികൾ ഉണ്ടായിരുന്നു എന്നൊരു പ്രാഥമികമായ നിഗമനത്തിലേക്ക് ഈ കേസിന്റെ പ്രാഥമിക അന്വേഷണം നടത്തിയ പ്രത്യേക സംഘം എത്തിയിട്ടുണ്ട് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തിലേറ്റ മുറിവുകൾ അടക്കം എങ്ങനെയാണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ സംഘത്തിന് കേസിന്റെ അന്വേഷണം കൈമാറാനുള്ള ഒരു നിർണായകമായ തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ നയന സൂര്യന്റെ അടുത്ത സുഹൃത്തുക്കളെ അടക്കം, അതായത് ഈ മരണം സംഭവിച്ചെന്നറിഞ്ഞ് മുറിക്കുള്ളിലേക്ക് ആദ്യമായി കടന്ന് അടുത്ത സുഹൃത്തുക്കളെ അടക്കം വിശദമായി ചോദ്യം ചെയ്തേക്കും എന്ന് തന്നെയാണ് വിവരം. ഇന്നും നാളെയുമായിട്ടായിരിക്കും ആ ചോദ്യം ചെയ്യൽ നടക്കുകയെന്ന സൂചനകൾ രാവിലെ വന്നിരുന്നത്. എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ ഈ കേസുമായി ബന്ധപ്പെട്ട് നാളെ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അഭിലാഷ്, നയന സൂര്യന്റെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ആലപ്പുഴയിൽ അയ്യപ്പ സംഘത്തെ ആക്രമിച്ച പ്രതി പിടിയിൽ. ഇരവുകാട് സ്വദേശി അർജുൻ ആണ് പിടിയിലായത്. ശരണ്യ സ്നേഹജൻ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരണ്യ, ഈ പ്രതിയുടെ വിശദാംശങ്ങൾ എന്താണ്? അഭിലാഷ്, അല്പസമയം മുമ്പാണ് ഇരവുകാട് സ്വദേശിയായ അർജുൻ പോലീസ് പിടിയിലായത്. ആലപ്പുഴ സൗത്ത് പോലീസിന്റെ കസ്റ്റഡിയിലാണ് അർജുൻ ഇപ്പോൾ ഉള്ളത്. ഇന്നലെ രാത്രി ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങി വന്നിരുന്ന മലപ്പുറത്ത് നിന്നുള്ള അയ്യപ്പ സംഘത്തിലെ 2 കുട്ടികളെയാണ് അർജുൻ ആക്രമിച്ചത്. ഈ അർജുന്റെ ബൈക്കിൽ ചാരി നിന്ന കുട്ടികളെ തള്ളി വീഴ്ത്തുകയായിരുന്നു. അർജുനോടൊപ്പം മറ്റൊരു മോഡലായുള്ള ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ഇവരുടെ ചിത്രം പകർത്തിയെന്നൊക്കെ പറഞ്ഞുള്ള തർക്കമായിരുന്നു. മാത്രമല്ല, ഈ കുട്ടികൾ ബൈക്കിൽ ചാരി നിന്ന് സെൽഫി എടുത്തത് തന്റെ ചിത്രങ്ങൾ എടുത്തു എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു തർക്കമുണ്ടാകുകയും കുട്ടികളെ തള്ളി താഴെ ഇടുകയും ചെയ്തത്. ഈ സംഭവത്തിൽ അയ്യപ്പ സംഘം, മലപ്പുറത്ത് നിന്നുള്ള അയ്യപ്പ സംഘം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തത്. ഈ തർക്കം നടക്കുന്നതിനിടയിൽ മടങ്ങിപ്പോയ അർജുൻ പിന്നീട് തിരിച്ചു വന്ന് ഒരു മഴു കൊണ്ടുവന്ന ആ വാഹനം തല്ലി തകർക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ പ്രതി അറസ്റ്റിലായിട്ടുള്ളത്. ആലപ്പുഴ സൗത്ത് പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. അല്പസമയത്തിനകം അറസ്റ്റ് രേഖപ്പെടുത്തും. വിശദാംശങ്ങളാണ് ശരണ്യ നൽകിയത്. സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി. പണിമുടക്കിയാൽ കർശന നടപടി വേണമെന്നും പണിമുടക്കുന്നവർക്ക് ശമ്പളത്തിന് അർഹതയില്ലെന്നും കോടതി പറഞ്ഞു. അവർക്ക് ശമ്പളം നൽകുന്നത്
പണിമുടക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നും കോടതി നിരീക്ഷിച്ചു. 2022 സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 48 മണിക്കൂർ പണിമുടക്കിൽ പങ്കെടുത്തതിൽ നിന്ന് ജീവനക്കാരെ തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതി നിർദ്ദേശങ്ങളോടെ തീർപ്പാക്കിയത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ഈ മാസം 23-ന് നിയമസഭയുടെ ബജറ്റ് സമ്മേളനം തുടങ്ങും. അടുത്ത മാസം 3-നാണ് സംസ്ഥാന ബജറ്റ്. സഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണർക്ക് ശുപാർശ നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഗവർണറുമായി തൽക്കാലം ഇടയാനില്ലെന്ന സന്ദേശം നൽകിയാണ് നയപ്രഖ്യാപന പ്രസംഗത്തോടെ ഈ വർഷവും സഭാ സമ്മേളനം തുടങ്ങാൻ സർക്കാർ തീരുമാനമെടുത്തത്. ഡിസംബറിൽ ചേർന്ന നിയമസഭാ സമ്മേളനം അവസാനിച്ചതായി ഗവർണർ അറിയിക്കാൻ ഇന്നലത്തെ ക്യാബിനറ്റ് തീരുമാനിച്ചിരുന്നു. ഗവർണർ പോര് ശക്തമായതിനാൽ നയപ്രഖ്യാപന പ്രസംഗം നീട്ടിവെക്കാൻ നേരത്തെ സർക്കാർ ആലോചിച്ചതാണ്. എന്നാൽ സർക്കാരിനെ അധികം ബുദ്ധിമുട്ടിക്കാതെ സജി ചെറിയാന് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഗവർണർ അവസരം നൽകിയതോടെ സർക്കാരും മാറി ചിന്തിച്ചു. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് തയ്യാറാക്കാൻ പി രാജീവ് അധ്യക്ഷനായ ഉപസമിതിയെയും മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തേണ്ടവ ക്രോഡീകരിക്കാൻ തദ്ദേശ സെക്രട്ടറി ശാരദാ മുരളീധരന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ പരാമർശങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ആ പ്രസംഗം അതേപടി വായിക്കാൻ ഗവർണർ തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം. ബഫർ സോൺ സമരങ്ങൾ തണുപ്പിക്കാൻ സർക്കാർ നീക്കം. വനമന്ത്രി കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ജോസ് പുളിക്കലിനെ നേരിൽ കണ്ട് ചർച്ച നടത്തി. ചർച്ച തൃപ്തികരമെന്ന് പറഞ്ഞ ജോസ് പുളിക്കൽ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചു. ഭൂപടത്തിലെ അപാകതകൾ പരിഹരിക്കാൻ 19-ന് പ്രത്യേക യോഗം ചേരുമെന്ന് വനമന്ത്രി ശശീന്ദ്രൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് മലയോര മേഖലയിൽ ബഫർ സോൺ വിഷയത്തിൽ ആളിപ്പടർന്ന സമരത്തിന് പിന്നാലെയാണ് സർക്കാരിന്റെ അനുനയ നീക്കം. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ഹൌസിൽ നേരിട്ടെത്തിയാണ് വനമന്ത്രി AK ശശീന്ദ്രൻ ചർച്ച നടത്തിയത്. സർക്കാരിന്റെ ഉറപ്പുകളിൽ വിശ്വാസമർപ്പിക്കുന്നതായി ബിഷപ്പ് ജോസ് പുളിക്കൽ വ്യക്തമാക്കി. അതേസമയം സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. ജനങ്ങൾ ഇത്രയേറെ ലക്ഷക്കണക്കിന് ആളുകൾ അഫക്ട് ചെയ്യപ്പെടുന്ന പ്രതിസന്ധിയെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ലഭ്യമായ വിധിയിൽ ലഭ്യമായിരിക്കുന്ന ആ സാഹചര്യങ്ങൾ 44F പ്രധാനമായിട്ടും അതനുസരിച്ചുള്ള ആവശ്യം ഉന്നയിക്കുക. അത് തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ട് തന്നെ സർക്കാർ മനസ്സിലാക്കുന്നുവെന്ന് അറിയിച്ചു. സമരം പിൻവലിക്കാത്തത് തിരിച്ചടിയായി സർക്കാർ കാണുന്നില്ല. പമ്പവാലി ഏഞ്ചൽ വാലി മേഖല വനഭൂമിയിലായത് മാപ്പിലെ പ്രശ്നങ്ങൾ മൂലമെന്ന് വനം മന്ത്രി പറഞ്ഞു. ഇത് പരിഹരിക്കാൻ 19-ന് മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്. എന്നാൽ സമരം ചെയ്തവർക്കെതിരെ കേസുകൾ വന്നതിനെ മന്ത്രി ന്യായീകരിച്ചു. സമരത്തിൽ നിന്ന് പിന്തിരിയണമെന്നൊരു ഡിമാൻഡ് ഞങ്ങളും വെച്ചിട്ടില്ല. ഞാൻ സമരങ്ങളെ കാണുന്നത് വേറൊരു ആംഗിളിലാണ്. ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന പ്രശ്നങ്ങൾ ജനകീയ ആവശ്യങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ആ സമരങ്ങൾ സഹായിക്കുമെന്ന നിലപാടാണ് എനിക്കുള്ളത്. വിഷയത്തിൽ പ്രതിപക്ഷം നടത്തുന്ന നീക്കങ്ങൾ തമാശയാണെന്നും മന്ത്രി ശശീന്ദ്രൻ പരിഹസിച്ചു. പ്രശ്നങ്ങൾ രാഷ്ട്രീയമായി ആളിക്കത്തിക്കാനാണ് ശ്രമം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നാളെ പമ്പാവാലിയിൽ എത്താനിരിക്കെയാണ് മന്ത്രിയുടെ ബിഷപ്പ് ഹൌസ് സന്ദർശനം. ന്യൂസ് 18 കോട്ടയം. ഇടത് സർക്കാർ 1 കിലോമീറ്റർ ബഫർ സോൺ എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടെന്ന് വ്യക്തമാക്കണമെന്ന് മാത്യു കുഴൽനാടൻ MLA. ജനവാസ മേഖലകൾ ഉൾപ്പെടുന്ന 12 കിലോമീറ്റർ ദൂരപരിധി ബഫർ സോൺ എന്ന് UDF സർക്കാർ തീരുമാനിച്ചു എന്നത് വ്യാജ പ്രചാരണമാണ്. ആരോപണം തെളിയിച്ചാൽ MLA സ്ഥാനം രാജിവെക്കും. സർക്കാർ കാർബൺ ക്രെഡിറ്റ് ഫണ്ട് വാങ്ങിയോ എന്ന് സംശയിക്കുന്നതായും മാത്യു കുഴൽനാടൻ പറഞ്ഞു. കലോത്സവ സ്വാഗതഗാന ദൃശ്യാവിഷ്കാരത്തിനെതിരെ മുസ്ലിം ലീഗ്. മാപ്പർഹിക്കാത്ത തെറ്റാണ് സംഭവിച്ചതെന്ന് സാദിഖ് അലി തങ്ങൾ വിമർശിച്ചു. അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതല്ലെന്നും അവതരിപ്പിച്ചവരുടെ മനസ്സിന്റെ വക്രതയാണ് എന്നും ആയിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഗവൺമെന്റിന് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു, ഒരു സർക്കാരിന് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ വല്ല മുഖമൂടിയോ അങ്ങനെയൊക്കെയാണ് സാധാരണ തീവ്രവാദക്കാരെ അവതരിപ്പിക്കാൻ. അതിനൊരു മുസ്ലിം വേഷം കൊടുത്തത് അതൊരു വല്ലാത്ത മാപ്പർഹിക്കാത്ത തെറ്റായി പോയി ഗവൺമെന്റ് ഭാഗം. അത് ഈ ഗവൺമെന്റ് മാത്രമല്ല, അത് ആർക്കും അവർക്ക് കണ്ടിട്ട് അതാണ് ഒറ്റ ഓട്ടത്തിൽ തന്നെ ഇപ്പോൾ ജാതിമത ഭേദമന്യേ എല്ലാവരും അഭിപ്രായം പറഞ്ഞു തെറ്റായിപ്പോയി എന്നുള്ളത്. അതവർക്ക് പ്രത്യക്ഷത്തിൽ കണ്ടിട്ട് പോലും മനസ്സിലായത്. അപ്പം എന്തോ ഒരു തകരാറ് ഇത് ആ രൂപം അവതരിപ്പിച്ച ആളുടെ വക്രമായ മനസ്സിനുണ്ട് എന്ന് തോന്നുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നോൺ വെജ് ഭക്ഷണം ഉൾപ്പെടുത്തുന്നതിനെ ചൊല്ലി ചൂടുപിടിച്ച് വിവാദം.
ഭക്ഷണ കമ്മിറ്റി പറയുന്ന വിഭവം തയ്യാറാക്കുമെന്നും നോൺ വെജ് ഉൾപ്പെടുത്തിയാൽ പിന്തുണയ്ക്കുമെന്നും പഴയിടം മോഹനൻ നമ്പൂതിരി വ്യക്തമാക്കി. അടുത്ത വർഷം മുതൽ നോൺ വെജ് ഭക്ഷണം കൂടി മെനുവിൽ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. കലോത്സവ ഊട്ടുപുരയിൽ എന്തുകൊണ്ട് നോൺ വെജ് ഭക്ഷണമില്ലെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം വിവാദമായ സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ രംഗത്തു വന്നത്. അടുത്ത വർഷം വെജിറ്റേറിയൻ ഭക്ഷണത്തോടൊപ്പം നോൺ വെജിറ്റേറിയൻ ഭക്ഷണവും ഉൾപ്പെടുത്തും. ഇതിനുവേണ്ടി ചട്ടങ്ങളും കലോത്സവ മാനുവലും പരിഷ്കരിക്കും. ഇത്തവണ ഒരു ദിവസമെങ്കിലും നോൺ വെജ് ഭക്ഷണം ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും അടുത്ത വർഷം വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാവും. വിവാദങ്ങളോടുള്ള പഴയിടത്തിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. സർക്കാർ നിർദ്ദേശിക്കുന്നതാണ് താൻ പാചകം ചെയ്യുന്നത്. ഭക്ഷണ കമ്മിറ്റി പറഞ്ഞാൽ വിഭവങ്ങളും മാറ്റും. ബ്രാഹ്മണിക് ഹെജിമണി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. സർക്കാർ അതിന് മുൻകൈ എടുത്ത് വന്നാൽ ഞാൻ എന്റെ സപ്പോർട്ട് കൊണ്ട് സർക്കാരിനുണ്ടാവും. പാചകത്തിനുണ്ടാവുന്നല്ല ഞാൻ പറയണത്. കാരണം കലോത്സവ വേദിയിൽ വരുന്ന കുട്ടികളുടെ നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അവർക്കിപ്പോൾ ഭക്ഷണം ആര് കൊടുത്താലും എന്റെ സപ്പോർട്ട് അവർക്കുണ്ടാവും. മുൻ MLA VT ബൽറാം അടക്കമുള്ളവർ കലോത്സവ ഭക്ഷണ മെനുവിൽ നോൺ വെജ് ഉൾപ്പെടുത്താത്തതിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ പ്രതികരിച്ചിരുന്നു. UDFന്റെ കാലത്ത് സംസ്ഥാന കലോത്സവം നടക്കുമ്പോൾ ബൽറാം ഉറക്കമായിരുന്നോ എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ചോദ്യം. മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയതോടെ വിവാദങ്ങൾ അവസാനിക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ന്യൂസ് 18 കോഴിക്കോട്. മറ്റു കലോത്സവ വിശേഷങ്ങളിലേക്ക്. കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA DIFA ടാലി അംഗീകൃത കോഴ്സുകൾ ജിടെക്കിലൂടെ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് മത്സരം. കണ്ണൂർ 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. കോഴിക്കോട് 2-ാമതും പാലക്കാട് 3-ാം സ്ഥാനത്തുമാണ്. കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA DIFA ടാലി അംഗീകൃത കോഴ്സുകൾ ജിടെക്കിലൂടെ.